ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ് 12ന്റെ ചാപ്റ്റർ 6 ആയിട്ടുള്ള ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസിന്റെ അപ്പൊ ഇതില് നമുക്ക് ഇനി പഠിക്കാനുള്ളതെന്ന് പറയുന്നത് സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സോ ഇതിനു മുമ്പ് നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പൊ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ഒപ്റ്റിക്കലി ആക്റ്റീവ് കമ്പൗണ്ട്സ് എന്താണെന്ന് പറയണം, ഇനാൻഷ്യോമേഴ്സ് എന്താണെന്ന് പറയണം, റെസിമൈസേഷൻ എന്താണെന്ന് പറയണം, പിന്നെ റിട്ടൻഷൻ, ഇൻവേർഷൻ, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. അപ്പൊ ടേംസ് ഒക്കെ നിങ്ങൾക്ക് പുതിയതായിരിക്കും. അപ്പൊ അത് എന്താണെന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അപ്പൊ നേരത്തെ നമ്മൾ SN1 SN2 മെക്കാനിസം ഒക്കെ പഠിച്ചപ്പോൾ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ മെക്കാനിസം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കമ്പൗണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ബിഹേവിയർ, ഇന്നതായിരിക്കും ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സിൽ അതിന്റെ അർത്ഥം പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഒപ്റ്റിക്കലി ആക്റ്റീവ് കമ്പൗണ്ട്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഈ പ്ലെയിൻ പോളറൈസ് ലൈറ്റ് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒപ്റ്റിക്കലി ആക്റ്റീവ് കമ്പൗണ്ട്സിനെ പറ്റിയിട്ട് എളുപ്പം മനസ്സിലാവും. സോ ഈ പ്ലെയിൻ പോളറൈസ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രം വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഉള്ള ലൈറ്റ് ബീമിനെ പറയുന്നതാണ് പ്ലെയിൻ പോളറൈസ് ലൈറ്റ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ലൈറ്റ് സോഴ്സ്, ഒരു ബൾബ്, ആ ബൾബിന്ന് ലൈറ്റ് ഇങ്ങനെ ലൈറ്റിന്റെ ഓരോ ബീം എന്ന് പറഞ്ഞാൽ എന്താ, ലൈറ്റിന്റെ ഒരു റേസ്, ഓക്കെ, ഒരു രശ്മികള് ഇങ്ങനെ പോവാണ്. അപ്പൊ അതിൽ ഓരോ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കുമല്ലോ. ആ പാർട്ടിക്കിൾസ് ഒരു ഡയറക്ഷനിൽ മാത്രം വൈബ്രേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു ലൈറ്റ് ബീം എന്ന് പറയുന്നതാണ് പ്ലെയിൻ പോളറൈസ് ലൈറ്റ്. അത് എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു നിക്കോൾ പ്രിസം എടുക്കും. ഇപ്പം ഇതുപോലെ ഇത് ഒരു നിക്കോൾ പ്രിസം ആണെന്ന് വിചാരിക്കാം. ഈ നിക്കോൾ പ്രിസത്തിലൂടെ നമ്മുടെ സാധാരണ ലൈറ്റ്, നോർമൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതിന്റെ ലൈറ്റിന്റെ രശ്മികളെല്ലാം എല്ലാ സൈഡിലേക്കും പോവും അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് ലൈറ്റ് വൃത്തിയായിട്ട് കാണുന്നത്. ഒരു ഡയറക്ഷനിൽ മാത്രമാണെങ്കിൽ നമുക്ക് അങ്ങനെ കാണില്ലായിരുന്നു. എല്ലാത്തേക്കും ലൈറ്റ് പോകുന്നോണ്ടാണ് നമുക്ക് മൊത്തം കാണുന്നത്. അപ്പൊ നോർമൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലേക്കും ആ ലൈറ്റ് വേവ്സ് ഓസിലേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ആ നോർമൽ ലൈറ്റിനെ നമ്മളൊരു നിക്കോൾ പ്രിസം ആണെന്ന് വിചാരിക്കുക. അതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ലൈറ്റിന്റെ പ്ലെയിൻ ഉണ്ട്, ആ പ്ലെയിനിനെ അവർ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. റൊട്ടേറ്റ് ചെയ്ത് ഒരു ഡയറക്ഷനിൽ മാത്രം അവര് ഓസിലേറ്റ് ചെയ്ത് പോകും. അതിനെയാണ് പ്ലെയിൻ പോളറൈസ് ലൈറ്റ് എന്ന് പറയാം. സോ ആ റൊട്ടേഷൻ ഉണ്ടല്ലോ, ആ റൊട്ടേറ്റ് ചെയ്യുന്ന സംഭവത്തിന്, അങ്ങനെയുള്ള കമ്പൗണ്ട്സിനെ പറയുന്നതാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കമ്പൗണ്ട്സ് എന്ന്. So it is a light beam in which the particles vibrate only in one direction. അതാണ് പ്ലെയിൻ പോളറൈസ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ it is produced by passing ordinary light beam through a Nicol prism. സോ അങ്ങനത്തെ ഒരു ലൈറ്റ് ബീം നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങനെ ഒരു ഒറ്റ വൈബ്രേഷനിൽ മാത്രം പോകുന്ന ലൈറ്റ് ബീമിനെ സൊല്യൂഷൻ ഓഫ് സർട്ടൻ കമ്പൗണ്ട്സ്, ചില കമ്പൗണ്ട്സിൽ ഒരു സൊല്യൂഷനെ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ ഈ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ, ഒരു ലൈറ്റ് ഇതൊരു ഡയറക്ഷനിൽ മാത്രം വൈബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കമ്പൗണ്ട്സിനെ പറയുന്നതാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കമ്പൗണ്ട്സ്. അപ്പൊ ഏത് ആംഗിളിൽ അവർ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നതിനെ വിളിക്കുന്നതാണ് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് പറയാം. അതിനെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് പോളറിമീറ്റർ എന്ന് പറയുന്നത്. സോ സിമ്പിൾ ആയി പറഞ്ഞ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രം വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഉള്ള ലൈറ്റ് ബീമാണ്. അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, ഒരു നിക്കോൾ പ്രിസത്തിൽ കൂടെ ഓർഡിനറി ലൈറ്റ് ബീമിനെ പാസ് ചെയ്യിപ്പിക്കാം. അപ്പൊ അങ്ങനെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്ലെയിൻ പോളറൈസ് ലൈറ്റ്. ഇനി ഈ ലൈറ്റ് ബീം, ഈ പ്ലെയിൻ പോളറൈസ് ലൈറ്റ് ബീം എന്ന് പറയുന്ന സംഭവത്തിനെ നമ്മൾ ചില കമ്പൗണ്ട്സ് ഉള്ള ഒരു സൊല്യൂഷനിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ മീൻസ് വാട്ട്, ഒരു ഡയറക്ഷനിൽ മാത്രം ഇങ്ങനെ പോകുന്നത്. അപ്പൊ അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന ഈ കമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കമ്പൗണ്ട്. ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിളിനെ പറയുന്നതാണ് ഒപ്റ്റിക്കൽ യൂസ് ചെയ്യുന്ന പോളറിമീറ്റർ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ആ കമ്പൗണ്ട് പ്ലെയിൻ പോളറൈസ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. ആ റൊട്ടേഷൻ ടുവേർഡ്സ് റൈറ്റ് ആണെങ്കിൽ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോണെങ്കിൽ അതിനെയാണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി അല്ലെങ്കിൽ ഡി ഫോം അല്ലെങ്കിൽ പ്ലസ് ഫോം, പോസിറ്റീവ് ഫോം എന്നൊക്കെ പറയാം. ഇനിയിപ്പോ പ്ലെയിൻ പോളറൈസ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന കമ്പൗണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ അത് ഓപ്പോസിറ്റ് ആണെങ്കിൽ, അതായത് ലെഫ്റ്റിക്കാണ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ലീവോ റൊട്ടേറ്ററി അല്ലെങ്കിൽ എൽ ഫോം അല്ലെങ്കിൽ നെഗറ്റീവ് ഫോം എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഡി ഫോമും എൽ ഫോമും കൂടിയിട്ട് ഒരു കമ്പൗണ്ട് ഉണ്ടാക്കും, അതാണ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഡി ആൻഡ് എൽ ഫോം ഓഫ് എ കമ്പൗണ്ട്, ഒരു കമ്പൗണ്ടിന്റെ ഡി ഫോമും എൽ ഫോമിനെയും പറയുന്നതാണ് എന്ത്, ഒപ്റ്റിക്കൽ ഐസോമർ എന്ന് പറയാം.
ആൻഡ് ആ പ്രോസസ്സിന് ഫിനോമിനെ പറയുന്നതാണ് ഒപ്റ്റിക്കൽ ഐസോമർസ്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇവിടെ കൂടെ പ്ലെയിൻ പോളറൈസ് ലൈറ്റ് എന്താണെന്ന് മനസ്സിലായി, ഒപ്റ്റിക്കലി ആക്റ്റീവ് കമ്പൗണ്ട്സ് എന്താണെന്ന് മനസ്സിലായി, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്താണെന്ന് മനസ്സിലായി, പോളറിമീറ്റർ എന്താണെന്ന് മനസ്സിലായി, ഡെക്സ്ട്രോ റൊട്ടേറ്ററി, ലീവോ റൊട്ടേറ്ററി, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഈ സ്ലൈഡിൽ നിന്ന് പഠിച്ചത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമർസത്തിനെ പറ്റിയിട്ട് കുറച്ച് പറയാം. അതായത് ഈ ഒപ്റ്റിക്കൽ ഐസോമർസം വരാൻ കാരണം മോളിക്കുലാർ എസിമെട്രി നേച്ചർ കാരണമാണ്. അതായത് ഒരു മോളിക്യൂളിന്റെ സിമെട്രിക് അല്ലാത്തൊരു നേച്ചർ കാരണമാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കാർബൺ ആറ്റം എടുത്തു. ആ കാർബൺ ആറ്റം ഇമാജിൻ ചെയ്യാം കേട്ടോ. കാർബൺ ആറ്റം എടുത്തു. കാർബൺ ആറ്റത്തിന് എത്ര വാലൻസി ഉണ്ട്? 4 വാലൻസി ഉണ്ട്. അപ്പൊ ആ 4 വാലൻസിയിൽ, അതായത് 4 ബോണ്ടിലും വരുന്ന ആൾക്കാർ ഡിഫറെന്റ് ആണെന്ന് വിചാരിക്കുക. ഒരെണ്ണത്തിൽ ഹൈഡ്രജൻ, ഒരെണ്ണത്തിൽ വേണമെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ്, ഒരെണ്ണത്തിൽ OH ഗ്രൂപ്പ്, ഒരെണ്ണത്തിൽ Cl, അങ്ങനെ 4 ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പൗണ്ട്സ് ആണ് ആ 4 ബോണ്ടിലും 4 വാലൻസിയിലും വരണമെങ്കിൽ അത് അസിമെട്രിക് ആണല്ലോ, അല്ലെ? ഓരോന്നും ഓരോ പോലെയല്ല, ഓരോ ബോണ്ടിലും ഓരോ ആൾക്കാരാണ്. സോ അത് അസിമെട്രിക് ആയിട്ടുള്ള കാർബൺ എന്നാണ് അതിനെ വിളിക്കുക, അല്ലെങ്കിൽ കൈറൽ കാർബൺ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ സ്റ്റീരിയോ സെന്റർ എന്നാണ് വിളിക്കുക. ശ്രദ്ധിക്കുക കേട്ടോ, കൈറൽ കാർബൺ ആണ് അസിമെട്രിക് കാർബൺ, അല്ലെങ്കിൽ സ്റ്റീരിയോ സെന്റർ എന്നും വിളിക്കും. അപ്പൊ അങ്ങനെ കിട്ടുന്ന മോളിക്യൂളിനെയാണ് നമ്മൾ അസിമെട്രിക് മോളിക്യൂൾ എന്ന് പറയാം. ഓക്കെ, സോ അങ്ങനെയുള്ളവർ എന്താണ്, അവരെ ഒരാളെ ലൈക്ക് ആ മോളിക്യൂളിനെ ഇങ്ങനെ മേലോട് മേലെ വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പർ ഇമ്പോസിബിൾ ആവില്ല, അതായത് ഒരേപോലെ ഇരിക്കില്ല. പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ കൈ എടുക്കുക, ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും എടുക്കുക. ലെഫ്റ്റ് ഹാൻഡിന്റെ മിറർ ഇമേജ് ആണ് റൈറ്റ് ഹാൻഡ്, അല്ലെ? അപ്പൊ ഇതിന്റെ ഈ ലെഫ്റ്റ് ഹാൻഡിന്റെ റൈറ്റ് ഹാൻഡിന്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഒരേപോലെ തോന്നില്ലല്ലോ. രണ്ട് സൈഡിൽ 2 തള്ളവിരൽ ഇങ്ങനെ പൊന്തിക്കുണ്ടാവും, അല്ലെ? ഡിഫറെന്റ് ആണ്. ലൈക്ക് ഒന്നിന്റെ മേലെ ഒന്ന് നിൽക്കുമ്പോ ബാക്കിലത്തെ ആളെ കാണാനിരിക്കുക, അങ്ങനെ ഒരു ചാൻസ് ഇല്ല, അല്ലെ? രണ്ടും ഡിഫറെന്റ് ആയിട്ടാണ് നിൽക്കുക, ഒരേപോലെ നിൽക്കില്ല. അപ്പൊ അതിനെയാണ് കൈറൽ കമ്പൗണ്ട്സ് എന്ന് പറയാം. അപ്പൊ കൈറാലിറ്റി അല്ലെങ്കിൽ കൈറൽ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ സച്ച് മോളിക്യൂൾസ് വിച്ച് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ. സൂപ്പർ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ മേലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ ആളെ കാണില്ല, ഒരേപോലെ ഇരിക്കും. അതിനാണ് സൂപ്പർ ഇമ്പോസിബിൾ എന്ന് പറയാം. അപ്പൊ നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്തായിരിക്കും? അങ്ങനെ കാണാത്തത്, ലൈക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നത്. So such molecules, the molecules which are non-superimposable due to their mirror image, അങ്ങനെ അതിനെ പറയുന്നതാണ് കൈറൽ മോളിക്യൂൾ. ആൻഡ് ആ പ്രോപ്പർട്ടി ആണ് കൈറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോ കൈറൽ മോളിക്യൂൾ എന്തായിരിക്കും? മിറർ ഇമേജ് കാരണം സൂപ്പർ ഇമ്പോസിബിൾ ആവുന്ന മോളിക്യൂൾ. അതായത് ഇപ്പൊ ഈ ഒരു ഫ്ലാസ്ക് എടുക്കുക. ഫ്ലാസ്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മിറർ ഇമേജ് നോക്കി കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ്, അല്ലെ? അപ്പോൾ ഇതിന്റെ മേലെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ തന്നെയല്ലേ തോന്നുള്ളൂ, ഡിഫറൻസ് ഒന്നും നമുക്ക് മനസ്സിലാവണില്ലല്ലോ. ബാക്കിൽ വേറൊരു ഫ്ലാസ്ക് ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പൊ അതാണ് കൈറൽ കമ്പൗണ്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കൈറൽ ആയിട്ടുള്ള കാർബണെ നമ്മൾ ഡിനോട്ട് ചെയ്യണത് ഒരു അസ്ട്രിക്, അതായത് ഈ ഒരു സൈൻ, ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഒപ്റ്റിക്കൽ ഐസോമറിസം വരാനുള്ള കാരണം എന്താണ്? മോളിക്കുലാർ അസിമെട്രി ആണ്. അതായത് ഒരു കാർബൺ ആറ്റത്തിന് 4 വാലൻസി 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ കൈറൽ കാർബൺ അല്ലെങ്കിൽ സ്റ്റീരിയോ സെന്റർ എന്നൊക്കെ വിളിക്കും. അങ്ങനെ കിട്ടുന്ന മോളിക്യൂൾ ആണ് അസിമെട്രിക് മോളിക്യൂൾ. സോ കൈറൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ അസിമെട്രിക് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്, ബിക്കോസ് ഓഫ് ദെയർ മിറർ ഇമേജ്. ആ പ്രോപ്പർട്ടീനെ പറയുന്നതാണ് കൈറാലിറ്റി. ആൻഡ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എക്കൈറൽ മോളിക്യൂൾസ്. ഇനി നമ്മളൊരു നമ്മുടെ കെമിക്കൽ ബേസ്ഡ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2-chlorobutyne എടുക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താണ്? CH3C CH2 CH3 മുകളിൽ Cl താഴെ H. അപ്പൊ ഇതെന്താ? ഇത് ഒരു കൈറൽ കമ്പൗണ്ട് അല്ലേ? ഇതിന് 4 വാലൻസീസും ഡിഫറെന്റ് മോളിക്യൂൾസ് ആണ് സാറ്റിസ്ഫൈ ചെയ്തതിന്. അപ്പൊ ഇതൊരു കൈറൽ കാർബൺ ആണ്. അതുകൊണ്ടാണ് ഈ സ്റ്റാർ എസ്ട്രിക് എന്നാണ് ഇതിനെ പറയാ, ആ സ്റ്റാർ ഇട്ടേണത്. ഏത് കാർബൺ ആണോ അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആ കാർബണുകളാണ് സ്റ്റാർ ഇടുക. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ 2-butanol. ഇതൊക്കെ നിങ്ങളൊന്ന് ലൈക്ക് ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്നിന്റെ അവിടെ OH, ഒന്നിന്റെ അവിടെ CH2, പിന്നെ CH2 CH3, പിന്നെ ഒരെണ്ണം ഹൈഡ്രജൻ, പിന്നെ ഒരെണ്ണം CH3. അങ്ങനെ ആ കാർബണുള്ള 4 ബോണ്ടും 4 ഡിഫറെന്റ് കമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് കൈറൽ കാർബൺ ഡിനോട്ട് ചെയ്യുന്നത് അസ്ട്രിക് മാർക്ക് വെച്ചിട്ടാണ്. ഇനി എനാൻഷ്യോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്റ്റീരിയോ ഐസോമേഴ്സ് പറഞ്ഞല്ലോ. സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൈറൽ കമ്പൗണ്ട്സിന് തന്നെയാണ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് കാർബണിൽ ഓരോന്നും ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിരിക്കും. അപ്പൊ അവരെ നമ്മൾ റിലേറ്റ് ചെയ്യിപ്പിക്കുന്നത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് വെച്ചിട്ടാണെന്ന് പറഞ്ഞല്ലോ.
അതിനെയാണ് enantiomers എന്ന് പറയുക. Stereoisomers related to each other as non-superimposable mirror image are called enantiomers. അവർക്ക് അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും, പക്ഷെ പ്ലെയിൻ ഓഫ് പോളറൈസ്ഡ് ലൈറ്റിന്റെ റൊട്ടേഷൻ, ആ റൊട്ടേഷന്റെ ഡയറക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. enantiomers പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് രണ്ടാൾക്കാരുടെയും സെയിം ആയിരിക്കും, പക്ഷെ എന്ത് സംഭവിക്കും, ഈ റൊട്ടേഷൻ ഉണ്ടല്ലോ, പ്ലെയിൻ പോളറൈസ് ലൈറ്റിന്റെ റൊട്ടേഷന്റെ ഡയറക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഒരു enantiomer ഡെക്സ്ട്രോ റൊട്ടറേറ്ററി ആണെങ്കിൽ മറ്റേത് ലീവോ റൊട്ടറേറ്ററി ആയിരിക്കും. ഓക്കെ, അപ്പൊ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് വെച്ച് റിലേറ്റ് ചെയ്യുന്ന സ്റ്റീരിയോ ഐസോമേഴ്സിനെ പറയുന്നതാണ് enantiomers. ഓക്കെ, അവർക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഐഡന്റിക്കൽ ആയിരിക്കും, പക്ഷെ പ്ലെയിൻ പോളറൈസ് ലൈറ്റിന്റെ റൊട്ടേഷന്റെ ഡയറക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഒരെണ്ണം ലെഫ്റ്റിക്കാ പോണെങ്കിൽ ഒരെണ്ണം റൈറ്റിക്കാണ്. അതായത് ഒരെണ്ണം ഡെക്സ്ട്രോ റൊട്ടറേറ്ററി ആണെങ്കിൽ മറ്റേത് ലീവോ റൊട്ടറേറ്ററി ആണ്. അതിന്റെ ഒരു കെമിക്കൽ എക്സാമ്പിൾ ആണ് ഇത്. മറ്റേത് എക്സാമ്പിൾ ആണ് നമ്മുടെ കൈ രണ്ടും ഇങ്ങനെ അമർത്തി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേത്, ഒരെണ്ണത്തിന്റെ മിറർ ഇമേജ് ആണ് മറ്റേത്, പക്ഷെ അത് സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്റ്റീരിയോ ഐസോമേഴ്സിനെ റിലേറ്റ് ചെയ്യുന്ന സംഭവമാണ് enantiomer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ enantiomer, റിട്ടൻഷൻ, റെസിമൈസേഷൻ, അങ്ങനെ ABC പറഞ്ഞിട്ട് എന്താണ് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഇനി റെസിമിക് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടിയ ഡിയും എല്ലും ഫോം ഇല്ലേ, ഒരു കമ്പൗണ്ടിന് DL ഫോം ഉണ്ടായിരിക്കും, ഡെക്സ്ട്രോ ഫോം ലീവോ ഫോം ഉണ്ടായിരിക്കും. സോ അവരെ ഈക്വൽ എമൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ, ഈക്വൽ മോൾസിൽ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ 0 അല്ലേ? കാരണം എന്താ, ഒരെണ്ണം ലെഫ്റ്റിക്ക് പോണു, ഒരെണ്ണം റൈറ്റിക്ക് വരുന്നു അല്ലെ? അപ്പൊ രണ്ടും കൂടി ഈക്വൽ എമൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ നോക്കി കഴിയുമ്പോൾ 0 ആണ്. ഒരെണ്ണം ലെഫ്റ്റിക്ക് ഇപ്പൊ ഹാഫ് റൊട്ടേറ്റ് ചെയ്തെങ്കിൽ മറ്റേതും അത്രയും ഓപ്പോസിറ്റിൽ തന്നെ ഹാഫ് റൊട്ടേറ്റ്. മിക്സ്ചേഴ്സിനെയാണ് റെസിമിക് മിക്സ്ചർ എന്ന് പറയുക, അല്ലെങ്കിൽ റെസിമിക് മോഡിഫിക്കേഷൻ, കൂടുതലായിട്ടും റെസിമിക് മിക്സ്ചർ എന്നാണ് പറയുക. അപ്പൊ അതിന് ഡിനോട്ട് ചെയ്യുന്നതാണ് DL അല്ലെങ്കിൽ പ്ലസ് ബ്രാക്കറ്റിൽ ഇട്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഐസോമറിന്റെ റൊട്ടേഷൻ മറ്റേ ഐസോമറിന്റെ റൊട്ടേഷൻ കാരണം ക്യാൻസൽഡ് ആവണം, അതുകൊണ്ടാണ് സീറോ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ കിട്ടുന്നത്. അപ്പൊ an equimolar mixture of D and L form of a compound has zero optical rotation and such a mixture is called racemic mixture. ഓക്കെ, അപ്പൊ ഈ enantiomerനെ റെസിമിക് മിക്സ്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയാ, റെസിമൈസേഷൻ എന്ന് പറയാ. enantiomer എന്തായിരുന്നു, DL ഫോംസ് കിട്ടുന്നത്, അതിനെ ഈക്വൽ എമൗണ്ടിൽ എടുത്തു കഴിഞ്ഞാല് അതാണ് റെസിമിക് മിക്സ്ചർ. അപ്പൊ ആ enantiomer റെസിമിക് മിക്സ്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റെസിമൈസേഷൻ. ഇനി അടുത്തത് റിട്ടൻഷനും ഇൻവേർഷനും. അപ്പം ഇത് നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്. അതായത് ഇപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്, അതായത് ഈ ഒരു കമ്പൗണ്ട് എടുത്തു, ഈ കമ്പൗണ്ടിലേക്ക് നമ്മുടെ Y എന്ന് പറഞ്ഞ മോളിക്യൂൾ കയറ്റുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് A, B പറഞ്ഞിട്ടുള്ള പ്രോഡക്ട്സ് കിട്ടും, അതായിക്കോട്ടെ. അപ്പം അതിൽ A ആണ് നമ്മൾ റിട്ടൻഷൻ ആയിട്ട് പറയുന്നത്, B ആണ് ഇൻവേർഷൻ ആയിട്ട് പറയുന്നത്. രണ്ട് രീതിക്ക് അത് വരാം. ഈ Yനെ അസിമെട്രിക് സെന്റർ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ കാർബൺ. ഈ റെഡ് ലേസർ പോയിന്റ് വെച്ചതാണ് ഞാൻ കാർബൺ എന്ന് വിചാരിക്കുക. അപ്പൊ ആ കാർബണിന്റെ ഒരു ബോണ്ട് C2H5, ഒരെണ്ണം ഹൈഡ്രജൻ, ഒരെണ്ണം CH3, ഒരെണ്ണം X ആണ്, ലൈക്ക് ഹാലജൻ ആണ്. അപ്പോ ഇതെന്താണ്, ഇതൊരു കൈറൽ കമ്പൗണ്ട് ആണ്, അല്ലെങ്കിൽ അസിമെട്രിക് ആയിട്ടുള്ള ഒരു സെന്റർ ആണ് ഈ കാർബൺ എന്ന് പറയുന്നത്. അപ്പൊ ആ കാർബണിന്റെ ബോണ്ടിന്റെ അറേഞ്ച്മെന്റ്, ബോണ്ടിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്, അതാണ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതില് വ്യത്യാസങ്ങളൊന്നുമില്ല, ജസ്റ്റ് ആ എക്സിന് പകരം Y കയറുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എങ്കിൽ, അതിന്റെ ആ ഒരു കോൺഫിഗറേഷൻ മാറാണ്ട്, ബോണ്ടിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് മാറാണ്ട് എക്സിന് പകരം Y കയറുന്നു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമാണെങ്കിൽ അതിനെയാണ് റിട്ടൻഷൻ എന്ന് പറയാം, റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ. അതായത് ഈ C2H5, CH3 ഇവരൊക്കെ റൈറ്റിലാണ് കേട്ടോ, എക്സ് മാത്രമാണ് ലെഫ്റ്റിലുള്ളത്. അപ്പൊ ഈ Y എന്ന് പറഞ്ഞ ആള് കയറുകയാണ്. അപ്പൊ എന്തുണ്ടാവും, ഈ Y എക്സിന് പകരമാണ് കയറുന്നത്. അപ്പൊ ജസ്റ്റ് എന്താണ്, എക്സിന്റെ സ്ഥാനത്ത് Y കയറി, ബാക്കി എല്ലാവരും അതേപോലെ ഉണ്ട്, ഒരു അറേഞ്ച്മെന്റിൽ ഒന്നും ഒരു മാറ്റമില്ല. അതിനെയാണ് റിട്ടൻഷൻ എന്ന് പറയാം. ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ Y എന്ന് പറയുന്ന ആള് വരുന്നത്, നമ്മള് ആളാരാ, എക്സ്, സോറി ഇവിടെ ലീവ് ചെയ്യാൻ പോണ ആരാ, എക്സ് ആണ്. ഈ എക്സിന്റെ ഓപ്പോസിറ്റ് സ്ഥലത്താണ് Y വന്ന് അറ്റാക്ക് ചെയ്യണേന്ന് വിചാരിക്കും. അപ്പൊ കോൺഫിഗറേഷൻ എന്താവും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവും. കോൺഫിഗറേഷൻ ഇൻവേർട്ടഡ് ആയി, അതായത് ഇതിവിടെ എക്സ് ആയിരുന്നു, ഈ എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയാണ് Y വന്നത്. ഓക്കെ, എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് Y വന്ന് അറ്റാച്ച് ചെയ്തത്. അപ്പൊ എന്തായാലും എന്താവണം, ഇത് സ്റ്റെബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്
ബാക്കി ഇവിടെയുള്ള റൈറ്റിലുള്ള ആൾക്കാരെല്ലാവരും ലെഫ്റ്റിക്ക് ഇൻവേർട്ടഡ് ആവും. അങ്ങനെ ഇൻവേർട്ടഡ് ആയി കഴിഞ്ഞാൽ ആ കോൺഫിഗറേഷനെയാണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കണം. അപ്പൊ ഇഫ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ബോണ്ട് ടു ആൻ അസിമെട്രിക് സെന്റർ അല്ലെങ്കിൽ കൈറൽ കാർബൺ, വി ക്യാൻ സേ ദാറ്റ് ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ടു റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ. അതാണ് ഇത് പറഞ്ഞത്. എക്സിന്റെ സ്ഥാനത്ത് വൈ കയറി എന്നല്ലാണ്ട് അവരുടെ ബോണ്ടിന്റെ അറേഞ്ച്മെന്റിൽ ഒന്നും ഒരു മാറ്റവും ഇല്ല. അങ്ങനെയാണെങ്കിൽ റിട്ടൻഷൻ. If during a chemical reaction the incoming group is attached to a position opposite to that of a leaving group, the configuration of the resulting product is inverted and we can say that the reaction proceeds to inversion of configuration. അതായത് ഈ എക്സിന് എക്സ് ഉണ്ടായിരുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വൈ വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പൗണ്ട്സ് എല്ലാവരും എന്ത് ചെയ്യണം? ഇൻവേർട്ടഡ് ആവണം, ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകണം. ഇതുപോലെ ഹൈഡ്രജൻ റൈറ്റിലായിരുന്നു, ഇവിടെ ലെഫ്റ്റിലായി പ്രോഡക്റ്റ് ഫോം ചെയ്തപ്പോൾ. അപ്പൊ അതിനെയാണ് പറയുന്നത് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ക്ലിയർ ആയി വിചാരിക്കണം. ഇനിയിപ്പോ നമ്മുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസത്തിൽ എങ്ങനെയാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി നടന്നതെന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് SN2 മെക്കാനിസം എടുക്കാം. അത് എളുപ്പമാണ് പറഞ്ഞുതരാൻ. അപ്പൊ നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആൽക്കാൽ ഹാലൈഡ്സിനെയാണ് എടുത്തേക്കുന്നത്. അതായത് നമുക്ക് കാർബൺ ഉണ്ട്, 3 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ക്ലോറിൻ ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് SN2 മെക്കാനിസം നോക്കിക്കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് കോൺഫിഗറേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താ? ഇവിടെ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഈ ക്ലോറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്താണ് പോയി അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തുണ്ടാവും? കോൺഫിഗറേഷൻ ഇൻവേർട്ടഡ് ആവും. ഇങ്ങനെ ഇപ്പൊ ലെഫ്റ്റിലുള്ള ഈ ഹൈഡ്രജൻ ഗ്രൂപ്പ്സ് എല്ലാവരും റൈറ്റിക്ക് പോവും. ഓക്കെ, അതാണ് ക്ലോറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്കാണ് ഈ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. സോ കോൺഫിഗറേഷൻ നേരെ ഉൾട്ടയാവും, ഇൻവേർട്ടഡ് ആവും. അതുകൊണ്ടാണ് SN2 മെക്കാനിസത്തിൽ. ഇനി SN1 റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ റെസിമൈസേഷൻ ആണെന്ന് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കാർബൺ കാറ്റയോൺ ഉണ്ടാവുന്നുണ്ട്. അത് sp2 ഹൈബ്രൈസ്ഡ് ആണ്, അതായത് പ്ലാനാർ ആണ്. അപ്പം ന്യൂക്ലിയോഫൈലിനെ എവിടെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. അതായത് ഒന്നല്ലെങ്കിൽ ലെഫ്റ്റിൽ അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിൽ അറ്റാക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് D and L ഫോമിലുള്ള 2 മിക്സ്ചേഴ്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രോളിസിസ് ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് 2-bromobutene റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് പ്ലസ് ഓർ മൈനസ് 2-butanol റെസിമിക് മിക്സ്ചർ. അതായത് ഇവിടെ നോക്കാം, നമ്മുടെ കമ്പൗണ്ട് ആണിത്. കാർബൺ ഉണ്ട്, ഒരെണ്ണം CH3, ഒരെണ്ണം ഹൈഡ്രജൻ, ഒരെണ്ണം CH2CH3, പിന്നെ ഒരെണ്ണം ബ്രോമിൻ ആണ്. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മൾ SN1ന്റെ മെക്കാനിസം പറഞ്ഞപ്പോൾ ഇങ്ങനൊരു കമ്പൗണ്ട് എടുക്കുന്നു. ആ കമ്പൗണ്ടിൽ ബോണ്ട് ബ്രേക്ക് ആയിട്ട് 2 ആയി മാറണം. ഒന്ന് കാർബോ കാറ്റയോണും പിന്നെ ബ്രോമൈഡ് അയോണും. അപ്പൊ കാർബോ കാറ്റയോൺ ഉണ്ടായിട്ടോ. ഇനി ഈ കാർബോ കാറ്റയോണിലേക്ക് നമ്മുടെ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യണം. അപ്പൊ ന്യൂക്ലിയോഫൈലിന് എവിടെ വേണമെങ്കിലും നിൽക്കാം. ഇത് നോക്കുക, ഹൈഡ്രജൻ ബോട്ടം ലെഫ്റ്റിലാണ്, CH2CH3 ബോട്ടം റൈറ്റിലാണ്, CH3 മുകളിലാണ്. അപ്പൊ ഈ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ പ്ലാനാർ ആയിട്ടുള്ളത്. sp2 ഹൈബ്രിഡൈസ്ഡ് അല്ലേ കാർബോ കാറ്റയോൺ. അപ്പൊ പ്ലാനാർ ആയിട്ടുള്ള ആ കാർബോ കാറ്റയോണിലേക്ക് OH എങ്ങനെ വേണമെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് അറ്റാക്ക് ചെയ്യാം, അല്ലെ? ഇപ്പൊ റൈറ്റ് വന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? ഒന്നും ഉണ്ടാവാൻ പോകില്ല. ജസ്റ്റ് OH റൈറ്റിൽ തന്നെ വരും. ബാക്കി എല്ലാവരും അതേ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ലെഫ്റ്റിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ലെഫ്റ്റിലത്തെ ലീവോ ലൈക്ക് റൊട്ടേഷൻ എന്തായിരിക്കും? ലെഫ്റ്റിലോട്ടായിരിക്കും. അപ്പൊ നമുക്ക് ലീവോ ഫോം കിട്ടും. അപ്പൊ 2 ഫോം നമുക്ക് കിട്ടി. ഓക്കെ, ഒന്ന് റൈറ്റിൽ നിന്ന് അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് അറ്റാക്ക് ചെയ്യാം. റൈറ്റിൽ നിന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ D ഫോം കിട്ടും, ലെഫ്റ്റിൽ നിന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ L ഫോം കിട്ടും. ഓക്കെ, റൊട്ടേഷൻ ലെഫ്റ്റിലോട്ടാവും, മറ്റേത് റൊട്ടേഷൻ റൈറ്റിലോട്ടാവും. ഇത്രയാണ് സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞല്ലോ.